2026 കടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? 2025, 2024 നമ്മുടെ പ്രീവിയസ് ഇയേഴ്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ലൈഫിലും നമ്മുടെ ഫാമിലിയിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലും ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതും എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു ഇയർ ഗ്യാപ്പ് വരുമ്പോൾ, ഒരു ഇയർ കഴിയുമ്പോൾ. സോ ഈ 2026 എടുക്കുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആളുകളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഒരു ഫാമിലി റൺ ചെയ്യണമെങ്കിൽ ഇന്ന് അതിൽ ഒരാൾക്ക് മാത്രം, അതായത് ഇപ്പൊ ഹസ്ബൻഡ് ആണ് ജോലിക്ക് പോകുന്നതെങ്കിൽ ഹസ്ബൻഡിന് ജോലി ഉണ്ടായത് കൊണ്ട് മാത്രം ആവില്ല അല്ലെ? ആ വീട്ടിലെ ഹൗസ് വൈഫ് ആരാണോ അല്ലെങ്കിൽ വൈഫ് ആരാണോ, ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആൾക്കൂടി ജോലി ഉണ്ടെങ്കിൽ ഒരു കുടുംബം വളരെ സ്മൂത്ത് ആയിട്ട്, എന്നാലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അത്ര സ്മൂത്ത് ആവും എന്നതല്ല, എന്നാലും ഒറ്റയ്ക്ക് ഒരാൾ ചുമക്കുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അത് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യുമ്പോൾ കുറയും അല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഒരു കുടുംബത്തിലെ 2 പേര്, നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ, വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിലെ 2 പേര് ജോലിക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, മെന്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ നിങ്ങളൊരു ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളൊരു ഹൗസ് വൈഫാണ്, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സഹായിക്കണം, എനിക്ക് സ്വന്തമായിട്ട് ഏർണിങ്സ് വേണം, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിൽ കുറച്ച് മോണിറ്ററി ടേംസിൽ എന്തെങ്കിലുമൊക്കെ വേണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ 2026 മികച്ച കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണ് നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഞാനത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഓൾമോസ്റ്റ് സ്റ്റുഡൻസ്, അതായത് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 18, 19, 20 ആ ഒരു ഏജ് ഗ്യാപ്പ്, ആ ഒരു ഏജിലുള്ള സ്റ്റുഡൻസിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം എന്താണ് ഇത്, എന്ത് പഠിച്ചാൽ ഈ കോഴ്സ് വേണം പഠിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇതിന്റെ ബേസിക് റിക്വയർമെന്റ്സ് എന്താണെന്നൊക്കെ ഓൾമോസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം. പക്ഷേ ഒരു വീട്ടിൽ ഒരു കരിയർ ഗ്യാപ്പ് വന്നിരിക്കുന്നവർക്ക്, എന്താ പറയുക, സോഷ്യലി ഒരുപാട് ഇൻവോൾവ് ആവാത്തവർക്കും എന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് അപ്ഡേഷൻസ് ഇല്ലാത്തവർക്കും ഇതിനെ കുറിച്ചിട്ട് വല്ല ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടും, നല്ല എഡ്യൂക്കേഷൻ പഠിക്കുന്ന സമയത്ത് എന്താ പറയാ, 10th ഫുൾ മാർക്ക്, +2 ഫുൾ മാർക്ക്, ഡിഗ്രിയിൽ ഫുൾ മാർക്ക്, ഇതൊക്കെ നേടിയിട്ടും ലൈഫിൽ എങ്ങും എത്താണ്ട് പോയ കുറെ ആളുകളെ നമുക്ക് കാണാം ചുറ്റിലും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇന്ന് ഇത്രയൊക്കെ ആ ടൈമിൽ അത്രയൊക്കെ അവര് അവരുടെ കരിയറിൽ അവര് ഇൻവെസ്റ്റ് ചെയ്തിട്ടും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഇടാത്തത് കൊണ്ടോ വീട്ടുകാർ ഇടാത്തത് കൊണ്ടോ ഒന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത്, ആ ഒരു രീതിയിലേക്കല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ സ്വയം റെസ്പോൺസിബിലിറ്റീസ് ഒന്ന്, പിള്ളേരാവുന്ന ഒരു വീട്, അപ്പൊ മടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് സ്വന്തം ഇതിലേക്ക്, അതായത് ആ ഒരു കുടുംബത്തിലേക്ക്, ഫാമിലിക്ക് വേണ്ടി ഒതുങ്ങിപ്പോയ ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കരിയറിലേക്ക് എത്തണം, നിങ്ങൾ എവിടെയാണോ അവസാനിച്ച് നിർത്തിയത്, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ നിർത്തിവെച്ചത്, അവിടെ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സാണ്. കാരണം ഇതിൽ നമ്മുടെ എൻട്രിയിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡെയിലി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകാനുള്ള ഓപ്ഷനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ ഈ അതായത് ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡ്, നമ്മുടെ ഈ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്. ഈവൻ നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങി നിങ്ങളുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒരു ജോബ് കിട്ടി, നിങ്ങൾ അവിടെ കയറി, ഇപ്പൊ നിങ്ങളുടെ മക്കളൊക്കെ ചെറുതാണ്, നിങ്ങൾ അവിടെ കിട്ടുന്ന ജോലിക്ക് നിങ്ങൾ കയറുന്നു, നിങ്ങളൊരു മാർക്കറ്റിംഗ് സ്റ്റാഫോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിലോ നിങ്ങൾ കയറി. ഈ മക്കള് ഇപ്പൊ നിങ്ങൾ അവരുടെ അടുത്ത് വേണം, നിങ്ങൾ അവരെ നോക്കണം. നാളെ ഇവരൊക്കെ വലുതാവും അല്ലെ, ഇവരുടെ ജോലിയും കാര്യങ്ങളുടെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും. കൂടെ നിങ്ങളും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങളും ഇത്രയും വർഷങ്ങളായി നിങ്ങൾ അവിടെ അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക്, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രൊമോഷനും കാര്യങ്ങളും കരിയർ ഗ്രോത്തും സാലറി എല്ലാം നിങ്ങൾ പോലും അറിയാതെ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ നാളെ നല്ല നിലയിലെത്തുമ്പോൾ നിങ്ങളുടെ കരിയർ എവിടെ എത്തും? നല്ലൊരു നിലയിലേക്ക് എത്തും. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തുകൊണ്ടാണോ നിങ്ങൾ നിങ്ങളുടെ കരിയർ പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം 2026 നിങ്ങൾ ഓരോരുത്തരും എടുക്കേണ്ട പ്രതിജ്ഞ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ നിർത്തി വെച്ചെടുത്ത് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയണം. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ലൊരു എന്താ പറയാ, നല്ലൊരു ലൈഫായിരുന്നു, മീൻസ് ഒരു പൊസിഷനിലേക്ക് എത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് എത്താൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി
എനിക്ക് എന്ന് തുടങ്ങാം. ഒട്ടും വൈകണ്ട. 2026 നിങ്ങൾ തുടങ്ങിക്കോ. ഈ 2026 ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പളേ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ? മെന്റലി പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഇത് എത്തിക്കുക. അല്ലെ? നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. നിങ്ങൾ എൻക്വയറീസ് നടത്തുക. നിങ്ങൾ നന്നായിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ എവിടെ പഠിച്ചാൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നു അവിടെ നിങ്ങൾ ചൂസ് ചെയ്യുക. ആ രീതിയിൽ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. കാരണം നിങ്ങൾക്ക് വേണ്ടി എന്നും സംസാരിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 2026 നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കരിയർ നന്നായിട്ട് കെട്ടിപ്പടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്കും അല്ലെ നാളെ അവർക്ക് പറയാം എൻ്റെ അമ്മ ഇന്ന ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ അവർക്ക് പറയാനും അതൊക്കെ സത്യം പറഞ്ഞ കുട്ടികൾക്ക് അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവണം. നിങ്ങൾ വളർന്നു വരുന്ന കുട്ടികൾ കാണേണ്ടത് നിങ്ങൾ വെറുതെ ഒരു ജോലിയൊന്നും ഇല്ല, അതായത് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരിക്കുന്നു എന്നൊരു ഇമേജ് അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് നിങ്ങളും വർക്കിംഗ് ആണ്, അതും ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ, അത് ഈ ജോബിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ ഈ പറയുന്ന കുട്ടികൾക്കും നിങ്ങൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആവാം. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ചുറ്റുമുള്ളവർക്ക് ഒരുപാട് ഒരു മോട്ടിവേഷൻ കൂടി നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ ഇപ്പൊ നിങ്ങൾ സർവീസ്, അതായത് ഒരുപാട് പേർക്ക് ഈ സോഷ്യൽ സർവീസ് ഒക്കെ ഇഷ്ടമാണ് ഇല്ല. ഇപ്പൊ വീട്ടിൽ വരുന്ന പഴയ ഉടുപ്പുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ എവിടെന്നെങ്കിലൊക്കെ എടുത്ത് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും. അത് കാരണം അവർ സോഷ്യൽ സർവീസ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. നേരെ മറിച്ചുള്ള ആളുകളുണ്ട്, ഉണ്ടെങ്കിൽ കൊടുക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് ഈ സോഷ്യൽ സർവീസ് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡ് കൂടിയാണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. കാരണം അവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടത് നമ്മൾ ആതുര സേവനം എന്ന് പറയും. അത് ഡോക്ടേഴ്സിനും നഴ്സസിനും മാത്രം കൊടുക്കാൻ കഴിയുന്നതല്ല, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും കൊടുക്കാൻ കഴിയുന്നതാണ് ആ ഒരു സർവീസ്, സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. കാരണം വരുന്ന പേഷ്യന്റ് മെന്റലി ഫിസിക്കലി അവർ ഭയങ്കര വീക്ക് ആയിരിക്കും. അപ്പൊ അവരുടെ കൂടെ നിന്ന് അവരെ നോക്കിയാക്കി എടുക്കുക, അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മെന്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇത്തരത്തില് സോഷ്യൽ സർവീസിൽ കിടക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ, സർവീസ് ഇൻഡസ്ട്രീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു ഫീൽഡാണ് നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. സോ നമ്മുടെ എൻട്രിയിൽ ഈ ഒരു ജോബ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, എൻട്രിയിലെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി വീഡിയോസ് കാണാം. ഇനി ഇപ്പൊ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇനി ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് ഇനി ഞാൻ ഇതെങ്ങനെ ഒന്നേന്ന് തുടങ്ങും, എനിക്ക് ഇനി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട. നമ്മുടെ ഈ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസിലൊക്കെ കാണാം അതെങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ കോഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് നമ്മൾ റെസ്യൂമേ ബിൽഡിങ്ങും എങ്ങനെ ഇന്റർവ്യൂ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, സോഫ്റ്റ് സ്കില്ലിന്റെ സെഷൻസും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സെഷൻസ് ഒക്കെ അഡൻ കോഴ്സായിട്ട് നൽകുന്നുണ്ട്. സോ നല്ലൊരു കരിയറിന് വേണ്ടിയിട്ട് നല്ലൊരു തുടക്കം നിങ്ങൾ എന്ത് ചെയ്യുക 2026 കണ്ടെത്തുക.